പൂർവം ദേവാ ശുഭം ഭുഞ്ചൈതി പ്രാഹപതേതി സഹ താവദ്രാക്ഷമാത്മാനം കൃകലാസം വദൻ പ്രഭോ ബ്രഹ്മണ്യസ്യ വദാന്യസ്യ തവദാസസ്യ കേശവ സ്മൃതിർനാദ്യാഭിവിധ്വസ്ത ഭവൽ സന്ദർശനാർത്ഥിനഃ സത്വം കഥം മമ വിഭോ ക്ഷിപഥപരാത്മയോഗേശ്വരൈഃ ശ്രുതിദൃശാമലഹൃദ്വിഭാവ്യഃ സാക്ഷാദധോക്ഷജ ഉരുവ്യസനാന്ധബുദ്ധേഃ സ്യാന്മേനുദൃശ്യൈഹ യസ്യ ഭവാപവർഗഃ ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണകീർത്തന ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ നാരായണ ഹൃഷീകേശ പുണ്യശ്ലോകാച്യുതാവ്യയ അനുജാനീഹി മാം ദേ കൃഷ്ണായാന്തം ദേവഗതിം പ്രഭോ യത്ര ക്വാപി സദശ്ചേതോ ഭൂയാന്മേതുൽപദാസ്പദം നമസ്തേ സർവഭാവായ ബ്രഹ്മണേനന്ദശക്തയേ കൃഷ്ണായ വാസുദേവായ യോഗാനാം പതയേ നമഃ ഇത്യുക്ത്വാ തം പരിക്രമ്യ പാദൗ സ്പൃഷ്ട്വാ സ്വമൗലിന അനുജ്ഞാതോ വിമാനാഗ്ര്യമാരുഹൽപശ്യതാം നൃണാം കൃഷ്ണപരിജനം പ്രാഹ ഭഗവാൻ ദേവകീസുതഃ ബ്രഹ്മണ്യദേവോ ധർമാത്മാരാജന്യാൻ അനുശിക്ഷയൻ ദുർജരം വദ ബ്രഹ്മസ്വം ഭുക്തമഗ്നേർമനാഗഭി തേജീയസോഭിമുതരാജ്ഞമീശ്വരമാനിനാം നാഹം ഹാലാഹലം മന്യവിഷമസ്യ പ്രതിക്രിയ ബ്രഹ്മസ്വം ഹി വിഷം പ്രോക്തനാസ്യ പ്രതിവിധിർഭുവി ഹിനസ്തി വിഷമത്താരമന്യരദ്ഭിപ്രശാമ്യതി കുലം സമൂലം ദഹതി ബ്രഹ്മസ്വാരണിപാവകഃ ബ്രഹ്മസ്വം ദുരനുജ്ഞാനം ഭുക്തം ഹന്തി ത്രിപുരുഷം പ്രസഹ്യതു ബലാൽ ഭുക്തം ദശപൂർവാൻ ദശാപരാൻ രാജാനോ രാജലക്ഷ്മ്യാന്ധനാത്മവാദം വിചക്ഷതേ നിരയമേ ഭീമന്യന്തെ ബ്രഹ്മസ്വം സാധു ബാലിശാഃ ഗൃഹന്തി യാവദപ്പാം ശൃംഗന്തതാമശ്രുവിന്ദവ വിപ്രാണാം ഹൃതവൃത്തീനം വദാന്യാനാം കുടുംബിനാം രാജാനോ രാജകുല്യാശ്ച താവതോപദാന്തിരങ്കുശാഃ കുംഭീഭാഗേഷു വച്യന്തി ബ്രഹ്മദായ അപഹാരിണ സ്വദത്താം പരദത്താം വാ ബ്രഹ്മവൃത്തിമരേച്ഛയഃ ഷഷ്ടിവർഷസഹസ്രാണി വിഷ്ഠായം ജായതേ കൃമിഃ നമേ ബ്രഹ്മധനം ഭൂയാൽ യൽകൃധ്വാ അല്പായുഷോ നരാഃ പരാജിതാശ്വതരാജ്യാൽ ഭവന്തി ഉദ്വേജിനോഹയ വിപ്രം കൃതാഗസമപി നൈവ ദൃഹ്യതമാമകാഃ ഘനന്തം ബഹുശപന്തം വ നമസ്കുരുത നിത്യശഃ യഥാഹം പ്രണമേ വിപ്രാനനുകാലം സമാഹിത തഥാ നമദയൂയം ച യോന്യഥാ മേ സദണ്ഡഭാഗ് യോന്യഥാ മേ സദണ്ഡഭാഗ് ബ്രാഹ്മണാർത്ഥോ ഹ്യപഹൃതോ ഹർത്താരം പാദയത്യഥ അജാനന്ദമപി ഹ്യനം നൃഗം ബ്രാഹ്മണഗൗരിവ ഏവം വിശ്രാവ്യ ഭഗവാൻ മുകുന്ദോ ദ്വാരകൗകസഃ പാവന സർവലോകാനാം വിവേശ നിജമന്ദിരം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ചതുഷ്ഷഷ്ടിതമോധ്യായഃ ശ്രീശുക ഉവാച ബലഭദ്രകുരുശ്രേഷ്ഠ ഭഗവാൻ രഥമാസ്ഥിതഃ സുഹൃദ്ദിദൃക്ഷുൽക്കണ്ഠഃ പ്രയോ നന്ദഗോകുലം പരിഷ്വക്തശിരോൽക്കണ്ഠൈർഗോപൈർഗോപീഭിരേവ ച രാമോഭിവാദ്യപിതരവാശൈർഭിരഭിനന്ദിത ചിരം ന പാഹിതാശാരിഹ സാനുജോ ജഗദീശ്വര ഇത്യാരോപ്യ അംഗമാലിംഗ്യനേത്രൈഃ ശിഷിചതുർജലൈഃ ഗോപവൃദ്ധാംശ്ച വീഥിവലയവിഷ്ഠൈരഭിവന്ദിതഃ യഥാ വയോ യഥാ സഖ്യം യഥാ സംബന്ധമാത്മനഃ സമുപേത്യാഥ ഗോപാലാൻ ഹാസ്യഹസ്തഗൃഹാദിഭിः വിശ്രാന്തം സുഖമാസിനം വപ്രച്ഛുപര്യുപാഗതാഃ പൃഷ്ടാശ്ചാനാമയം സ്വേഷു പ്രേമഗദ്ഗതയാ ഗിര കൃഷ്ണേ കമലപത്രാക്ഷിരസന്യസ്താഖിലരാധസ കച്ചിന്നോ ബാന്ധവാ രാമ സർവേ കുശലമാസതേ കച്ചിൽ സ്മരധനോ രാമ യൂയം ദാരസുതാന്വിതാഃ ദിഷ്ട്യാ കംസോഹതപാപോ ദിഷ്ട്യാ മുക്താ സുഹൃജനാഃ നിഹത്യ നിർജിത്യ രിപൂൻ ദിഷ്ട്യാ ദുർഗം സമാശ്രിതാഃ ഗോപ്യോ സന്ധ്യപപ്രച്ഛുരാമ സന്ദർശനാദൃതാഃ കച്ചിദാസ്തേ സുഖം കൃഷ്ണഃ പുരസ്ത്രീജനവല്ലഭ കച്ചിൽ സ്മരതി വാ ബന്ധുൻ പിതരം മാതരം ച സഹ അപ്യസൗ മാതരം ദ്രഷ്ടും സകൃതപ്യാഗമിഷ്യതി അപി വാ സ്മരതേ യസ്മാകമനുസേവ മഹാഭുജ മാതരം പിതരം ഭ്രാതരം പതീൻ പുത്രാൻ സ്വസ്രരപി യദർത്ഥേ ജഹിമദാശാരിഹ ദുസ്ത്യജൻ സ്വജനാൻ പ്രഭോ. സ്വർഗാപവർഗയോ പുംസാം രസായാം ഭുവി സമ്പദാം സർവാസാമപി സിദ്ധീനാം മൂലം തച്ചരണാർച്ചനം. ഹിതാമാവ് പറയാണ്, സ്വർഗീയമായ സുഖഭോഗങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിലും, അല്ല ഈ ഭൂമിയിൽ രാജപദവി ചക്രവർത്തി പദവി വേണമെങ്കിലും, അല്ല മോക്ഷം വേണമെങ്കിലും, എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും. ഈ കൃഷ്ണനെ സേവിച്ചാൽ മതി, ഭജിച്ചാൽ മതി. ഈ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ട് വരില്ല. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ആശ്രയിച്ചിട്ടും ഭഗവാനെ കണ്ടിട്ടും എന്തായിരിക്കും ഭഗവാൻ എനിക്ക് ഒന്നും തരാതെ പറഞ്ഞയക്കാൻ കാരണം? അതും ഭഗവാന്റെ കാരുണ്യെ കണ്ടു. അതാ ഉത്തമ ഭക്തൻ്റെ ലക്ഷണം.
നമ്മൾ ഭഗവാനോട് ചോദിക്കണതൊക്കെ ഭഗവാൻ സമയാസമയത്തിന് തന്നു എന്ന് വിചാരിച്ചാൽ ഭഗവാൻ പവർഫുൾ ഭഗവാൻ, ഇല്ലെങ്കിലോ പവർലെസ് ബൾബ് പോലെ. ഈശ്വരനെക്കുറിച്ച് ആൾക്കാരുടെ ചിന്തകളൊക്കെ ഇങ്ങനെ പലതരത്തിലാണ്. മനസ്സിലായോ? ഇവിടെ ഭക്തൻ പറയണ നോക്കൂ, എന്തേ ഭഗവാൻ എനിക്ക് സമ്പത്ത് തരാതെ പറഞ്ഞയച്ചത്? അധനോയം ധനം പ്രാപ്യ മാദ്യൻ ഉച്ചൈർ ന മാം സ്മരേത് ഇത് കാരുണികോ നൂനം ധനം മേ ഭൂരിനാദദാത്. എനിക്കിപ്പോൾ ദാരിദ്ര്യം ഭൗതികമായ സമ്പത്തില്ലെങ്കിലും എനിക്കെപ്പോഴും ഭഗവത് ഭക്തിയാവുന്ന സമ്പത്തുണ്ട്. ഭഗവാനെ മറക്കാനേ എനിക്ക് പറ്റില്ല. എപ്പോഴും ഭഗവത് ചിന്തയിൽ ആനന്ദമായിട്ടിരിക്കുകയാണ് അല്ലേ. ഇനി ഭഗവാൻ കുറച്ച് അങ്ങോട്ട് സമ്പത്ത് തന്നാൽ ആ സമ്പത്തിൽ ഞാൻ ഭ്രമിച്ച് അഹങ്കരിച്ച് മതിച്ച് എൻ്റെ ഭഗവാനെ ഞാൻ മറന്നാലോ എങ്കിലും അസപ്പതനുണ്ടാവുമല്ലോ. അതെൻ്റെ ഭക്തനുണ്ടാവരുത് എന്നുള്ള കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ എനിക്ക് സമ്പത്ത് തരാതെ പറഞ്ഞയച്ചതെന്ന്. ഭഗവാൻ ഒന്നും തരാതിരുന്നതും അനുഗ്രഹം, ഇനി തന്നാൽ അതും അനുഗ്രഹം. ഇതാണ് യഥാർത്ഥ ഭക്തൻ്റെ ലക്ഷണം. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഷ്ടം ചെയ്യുന്ന ഗുരു, ഇഷ്ടം ചെയ്യുന്ന ഭഗവാൻ ഒക്കെ പ്രിയം ചെയ്യുന്നവരെ വേണ്ടത്. നമ്മുടെ ബാല്യക്കാരന്മാരാ വേണ്ടത് അവരല്ലേ. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, അത് പാസ്സാക്കണം കേട്ടോ. അവിടെ കൊടുക്കുക ആപ്ലിക്കേഷൻ അല്ലേ. മഹാത്മാക്കളുടെ അടുത്ത് പോകണമെന്ന് ആൾക്കാർ മഹാത്മാക്കളുടെ അടുത്ത് പോകണത് ഇങ്ങനെ ഓരോ കാര്യസാധ്യത്തിനാണ്. അവരോടുള്ള സ്നേഹം കൊണ്ടോ ഭക്തി കൊണ്ടോ അവരെ മനസ്സിലാക്കാനോ ആത്മീയമായിട്ടുള്ളതായ പ്രയോജനത്തിനല്ല. അത് വളരെ അപൂർവം വിരലെണ്ണാവുന്ന 1000-ൽ ഒരാളെങ്ങനെ വന്നാലായി. ഇങ്ങനെ തന്നെ ഭഗവാനെ ഭജിക്കണവരും. ഈ ഉത്തമ ഭക്തൻ പറഞ്ഞു നോക്കൂ, ഭഗവാൻ ഒന്നും തരാതിരുന്നത് എന്തിനും അല്ലേ അനുഗ്രഹം. ആ പണമൊക്കെ തന്നിട്ടേ ആ പണത്തിൽ അഹങ്കരിച്ചിട്ട് ഞാൻ ഭഗവാനെ മറന്നാലോ. കൊണ്ട് എത്ര കഥകൾ നമ്മൾ കേട്ടൂലേ. ദേവേന്ദ്രൻ്റെ കഥ, ഭഗവാനെ വെല്ലുവിളിച്ച കഥ. ഒരു പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം. ഒരു പ്രാവശ്യം അനുഭവം വന്നാൽ മനസ്സിലാക്കണ്ടേ. വീണ്ടും വീണ്ടും ആവർത്തിക്കണൂലേ ഈ ഇന്ദ്രൻ. എത്ര പ്രാവശ്യം നമ്മൾ ഇന്ദ്രൻ്റെ കഥ കണ്ടു. ആ ഇന്ദ്രൻ നമ്മുടെ മനസ്സാണേ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനത്തെ ഭാവങ്ങൾ വരും. അതുകൊണ്ടാണ് ഭഗവാൻ തരാതിരുന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് വീണ്ടും മുമ്പിലേക്ക് നടക്കുമ്പോഴോ ദ്വാരകയിൽ ഭഗവാന്റെ കൊട്ടാരം പോലൊരു കൊട്ടാരം. ഞാൻ ഭഗവാനെ വിചാരിച്ച് എങ്ങാൻ വഴി മാറിയോ, തിരിച്ച് ദ്വാരകയ്ക്കാണ് നടന്നുവോ, എനിക്ക് വല്ല ബുദ്ധിഭ്രമം ഉണ്ടായോ? അങ്ങനെയാവുമല്ലോ. കൃഷ്ണനെ തന്നെ വിചാരിച്ച് വഴി അറിയാതെ അങ്ങോട്ട് ഞാൻ തിരിച്ച് നടന്നു. ഇതുപോലൊരു കൊട്ടാരത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഭഗവാൻ ഓടി വന്ന് എന്നെ ആലിംഗനം ചെയ്ത് കൂട്ടിയിട്ട് പോയത്. നോക്കണു, അതിൻ്റെ ഉള്ളിൽ മഹാലക്ഷ്മിയുമാതിരി തൻ്റെ പത്നി തോഴിമാരോടുകൂടി മംഗളപദാർത്ഥങ്ങളൊക്കെ എടുത്തുകൊണ്ട് വിളക്കൊക്കെ പിടിച്ചുകൊണ്ട് മനസ്സാ നമസ്കരിച്ചുകൊണ്ട് വെളിയിലേക്ക് വരണു. ആ പത്നി വന്ന് ഭർത്താവിനെ നമസ്കരിച്ചു. തോഴിമാരോട് അകത്തേക്ക് കൊണ്ടുപോകണം. നോക്കുമ്പോഴോ എന്താ ചുമരിലൊട്ടിച്ചേക്കണ ഓരോരോ രത്നം ചുമരുകൾ, അതുപോലെ തൂണുകൾ, അതുപോലെ നിലങ്ങൾ, അതുപോലെയുള്ള ഫർണിച്ചറുകൾ. ദേവേന്ദ്രൻ്റെ കൊട്ടാരം തോറ്റു, അതുപോലൊരു കൊട്ടാരം. അപ്പം ഭക്തൻ ആലോചിക്കുക, ഇതൊക്കെ എങ്ങനെയാണ് ഒരു രാത്രി കൊണ്ട് സാധിച്ചത്? അപ്പം ആലോചിച്ചു, ഇതും ഭഗവാന്റെ കൃപ, എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. എന്നാൽ ഭഗവാൻ ഞാൻ കൊണ്ടുപോയ ആ നിസ്സാരമായ അവലിനെക്കുറിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എത്ര പുകഴ്ത്തി പറഞ്ഞൂലേ. എന്നാൽ ഇത്രയൊക്കെ വലിയ സമ്പത്ത് ഭഗവാൻ എനിക്ക് തന്നിട്ട് അവിടെ വെച്ചൊരക്ഷരം പറഞ്ഞോ മിണ്ടിയോ? ഇതാണത്രേ ഭഗവാന്റെ സ്വഭാവം. ഭഗവാന് എൻ്റെ ഭക്തന് എത്ര കൊടുത്താലും മതിയാവില്ല. എത്ര കൊടുത്താലും കൊടുത്തു. നമ്മളാണെങ്കിൽ ഇത്തിരി എന്തെങ്കിലും കൊടുത്താൽ എത്ര കൊടുത്തു എന്ന് പറഞ്ഞു കിടക്കും. നമുക്ക് കൊടുക്കണേക്കാൾ ഈ 4 പേരോട് പറയണേല സന്തോഷം, അറിയിക്കണേല, പലരെ അറിയിക്കണേല. ഭഗവാനാണെങ്കിലോ അറിയാതെ ഭക്തന് കൊടുക്കുക. എത്ര കൊടുത്താലും ഭഗവാന് ഭക്തന് കൊടുത്തത് പോരാന്നാ. അതുകൊണ്ടോ ഭഗവാൻ അങ്ങനെ വിചാരിക്കണമില്ല, പറയണമില്ല. മനസ്സിലായോ? അങ്ങനെയുള്ള ആ ഭഗവാനോട് എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? പലതും യാചിച്ചു ശീലമുള്ള നമ്മളോട് സുധാമാവ് പഠിപ്പിക്കണു. തസ്യൈവ മേ സൗഹൃദസഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി സ്യാത് മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതസ്തൽപുരുഷപ്രസംഗ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ മേൽക്കുമേൽ വർദ്ധിച്ചു വരണ ഭക്തി ഉണ്ടാകണം. ഇനി എത്ര ജന്മമുണ്ടെങ്കിലും ആ ജന്മങ്ങളിലൊക്കെ ഭഗവത് പ്രേമം ഉണ്ടാവണം, ഭഗവത് ഭക്തന്മാരുമായി സഖ്യമുണ്ടാവണം, മഹാത്മാക്കളുമായി സത്സംഗം ഉണ്ടാവണം. വേറെ യാതൊന്നും ആവശ്യമില്ല. ഇതാണ് ഉത്തമ ഭക്തൻ്റെ പ്രാർത്ഥന. ആ ദമ്പതികൾ ഇതൊന്നും കണ്ട് ഈ സമ്പത്തും ഈ ഐശ്വര്യവും ഇത് കെട്ടിടവും ഇതൊന്നും കണ്ടിട്ട് അതിലൊന്നും ഭ്രമിച്ചില്ല.
അതിനറിയാം. പശ്യൻ നിപാതം ധനിനാം മതോത്ഭവം. ധനികൾക്ക്, പണക്കാർക്ക് അതിൻ്റേതായ ഗർവുണ്ടാവും അത്രേ, അഹങ്കാരമുണ്ടാവും അത്രേ. ഗർവ് അഹങ്കാരം വന്നാലോ അതപ്പം അതിനും ഉണ്ടാവും. അതുകൊണ്ട് ഇതിലൊന്നും അല്പം പോലും ഭ്രമിക്കേണ്ട. ഇതൊക്കെ ഭഗവാന്റെ പ്രസാദമായി അതിൽ നിസ്സംഗമായിട്ട് അവർ ജീവിച്ചു. അങ്ങനെയുള്ള ആ ബ്രഹ്മജ്ഞാനികളായ ആ ഉത്തമ ഭക്തരായ ഇവരുടെ ചരിത്രം കേട്ടാൽ തന്നെ നമുക്കും ഭഗവാനിൽ ഭക്തി ഉണ്ടായിട്ട് നമ്മൾ കർമ്മബന്ധത്തിൽ നിന്നൊക്കെ മുക്തരായി തീരും എന്നറിയാം. ഇവിടെ പറയാണ് പൃഥുക ഉപാഖ്യാനെന്ന്. ഈ അധ്യായത്തിൻ്റെ പേര് അവലിൻ്റെ കഥ എന്നാണ്. ഈ അവലിൻ്റെ കഥ കേട്ടാൽ നിങ്ങൾക്കും കർമ്മബന്ധം പൊട്ടി ഇല്ലാണ്ടാവും. അതെങ്ങനെയാണ്? അവിൽ എങ്ങനെയാണ് അവിലായത്? അവിൽ മുമ്പ് നെല്ലായിരുന്നു അല്ലേ? നെല്ല് വായിലിട്ട വായൊക്കെ മുറിഞ്ഞു പോവില്ലേ? നെല്ല് തിന്നാൻ പറ്റുമോ? ഇല്ല. നെല്ല് നിവേദിക്കുമോ? നിവേദിക്കാനും പറ്റില്ല. ആ നെല്ല് വെള്ളത്തിലിട്ട് കുതിർത്തണം അല്ലേ? പിന്നെയോ ചൂടത്ത് അടുപ്പിൽ ചീഞ്ചട്ടിയിലിട്ട് വറക്കണം. വറുത്തിട്ട് ഉരലിലിട്ട് ഇടിച്ചാലോ? ചൂടോട് ഇടിച്ചാൽ അത് അവിലാവും അല്ലേ? ശരിയല്ലേ? അവൽ പിന്നെ കുഴിച്ചിട്ട് അതിൽ നിന്ന് പുതിയ ചെടി ഉണ്ടായിട്ട് അതിൽ നിന്ന് പിന്നെയും വിത്തുണ്ടാവുമോ? നേരെ മറിച്ച് നെല്ലായിരുന്നാലോ? നെല്ല് കുഴിച്ചിട്ടാൽ പിന്നെ അതിനൊരു ചെടി ഉണ്ടാവും. ആ ചെടിയിൽ നിന്ന് ഒരുപാട് പിന്നെയും പുതിയ നെല്ലുണ്ടാവും, വിത്തുണ്ടാവും. ശരിയോ? ഉണ്ടാവില്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മം ഇങ്ങനെയത്രേ. നമ്മൾ ഒരു ജന്മം എടുത്ത് വന്ന് മരിച്ചു പോകുമ്പോഴേക്കും ഒരുപാട് ജന്മങ്ങൾക്കുള്ള കർമ്മവാസനകളാവുന്ന വിത്ത് സമ്പാദിക്കും അത്രേ. ഒരു നെല്ല് കുഴിച്ചിട്ട് അതിനൊരു ചെടി ഉണ്ടാവും. ആ ഒരു ചെടി ഉണ്ടായി ഉണങ്ങണേന്ന് മുമ്പ് അതിന് ഒരു വിത്തേ ഉണ്ടാവുള്ളൂ? ഒരുപാട് വിത്തുണ്ടാവില്ലേ? ഇതുമാതിരിയാണ് നമ്മൾ ഒരു ജന്മം എടുത്ത് പോകുമ്പോഴേക്കും ഒരുപാട് ജന്മങ്ങൾക്കുള്ള കർമ്മവാസനകൾ നേടിയിട്ടാണ് പോണത്രേ. മനസ്സിലായോ? അപ്പോൾ എന്നാ ഇതൊക്കെ മോചനം? അതിനുള്ള എളുപ്പ വഴി എന്താ? ഈ കർമ്മം, ഈ നെല്ലിനെ വെള്ളത്തിൽ കുതിർത്തുക. ഈ വെള്ളം ഭക്തിയാണ്. ചൂടിൽ വറക്കണം. ആ ചൂട് വൈരാഗ്യത്തിൻ്റെ ചൂടാണ്. ഉരലിലിട്ട് ഒലയ്ക്കൊണ്ടിരിക്കുക. ആ ഒലയ്ക്ക് ജ്ഞാനമാണ്. വിചാരം കൊണ്ട് ആ ജ്ഞാനമാവുന്ന ഒലയ്ക്ക് കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ അവില് പോലെയായി. അവില് പിന്നെ മുളക്കില്ലല്ലോ, ഭഗവാന് നിവേദിക്കുകയും ചെയ്യാം എന്ന് പറയുന്ന അർത്ഥം. കർമ്മങ്ങളൊക്കെ ഭക്തിയോടുകൂടി ഭഗവതർപ്പണമായി ഭഗവാൻ സന്തോഷിക്കണം എന്നുള്ള സങ്കല്പത്തോടുകൂടി അനുഷ്ഠിക്കണം എന്നർത്ഥം. അങ്ങനെ ചെയ്യുമ്പോഴോ ആ കർമ്മം കൊണ്ട് ഇപ്പോൾ ഉള്ള വാസനകൾ മുഴുവൻ തീരും. പുതിയ വാസനകളൊന്നും ഉണ്ടാവില്ല. മനസ്സ് പരിശുദ്ധമായി തീരും. വാസന ക്ഷയിക്കുന്ന സമയത്ത് വിഷയങ്ങളിൽ വിരക്തി വരും. അങ്ങനെയുള്ള വിഷയവിരക്തമായ മനസ്സിൽ ആ ഭഗവാന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മാനുഭവം, ഭഗവത് അനുഭവം ഉണ്ടായിത്തീരും. ആൾക്ക് പിന്നെ മുക്തനായ ആൾക്ക് പിന്നെ ജന്മമുണ്ടോ? കർമ്മവാസനകളില്ല, അജ്ഞാനമില്ല. അതെ, അതുതന്നെ ഭഗവാൻ ഇവിടെ വേറൊരു രീതിയിൽ സൂചിപ്പിച്ചു. പത്രം പുഷ്പം ഫലം തോയം. എന്താ പത്രം? പതിക്കുന്നത് പത്രം. പതനാത് പത്ര. പത്രം വെച്ചാൽ ഇല എന്നർത്ഥം. മരത്തിൻ്റെയൊക്കെ ഇലകൾ കുറച്ച് കഴിയുമ്പോൾ താഴെ വീഴൂലേ? പതിക്കുന്നത് പത്രം. നമ്മുടെ ഈ ദേഹവും പതിക്കും, നിലം പതിക്കും അല്ലേ? നാളെ മറ്റന്നാൾ വീണു പോവില്ലേ? അതുകൊണ്ട് ഈ ശരീരം പത്രമാണ്. പത്രം ചെപ്പോൾ ദേഹം. പുഷ്പം ഈ ദേഹം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ. ഫലം കർമ്മഫലം. ഇതൊക്കെ എങ്ങനെ ചെയ്യണം? തോയം ഭക്തിയ. ഭക്തിപൂർവ്വം ഈ ദേഹം കൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി ചെയ്യണം. എല്ലാം ഭഗവതർപ്പണം ചെയ്യണം എന്നർത്ഥം. മനസ്സിലായോ? എല്ലാം ഭഗവതർപ്പണം. ഭാഗവതം ഇതാ വീണ്ടും വീണ്ടും നമ്മളോട് പറയണത് സ്വകർമ്മണാതമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി സ്വധർമ്മേണ ഹരിദോഷണം. ഇത് കഥാരൂപത്തിൽ പല പല രൂപത്തിൽ നമുക്ക് കാണിച്ചു തരാം. അല്ലാതെ ഈ വാസന ക്ഷയിക്കാതെ വിഷയങ്ങളിൽ ആസക്തി പോകാതെ നമുക്കൊരിക്കലും ആത്മാനുഭവം, ഈശ്വരാനുഭവമാകുന്ന ജ്ഞാനം, പരമാത്മജ്ഞാനം വെച്ചാൽ ഈശ്വരാനുഭവമാണ്, അതുണ്ടാവില്ല എന്നർത്ഥം. മാത്രമല്ല ഭാഗവതം എഴുതിക്കണതിന് വേണ്ടിയിട്ട് ഭക്തിജ്ഞാന വിരാഗാണാം സ്ഥാപനായ പ്രകാശിതം. ഓരോ മനുഷ്യ മനസ്സിലും ഭക്തിയും വിരക്തിയും ആ പരമാത്മജ്ഞാനവും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് അല്ലേ? ഇങ്ങനെ ഭഗവാനെ നിഷ്കാമഭക്തിയോടുകൂടി ഭജിച്ച് വിഷയവിരക്തനായി ആ പരമാത്മാനുഭൂവിൽ മുഴുകി ജീവൻ മുക്തനായ ബ്രഹ്മജ്ഞാനിയായ ഭക്തൻ്റെ കഥയാണ് കുചേലൻ്റെ കഥ. പിന്നീട് ഗോപന്മാരെയൊക്കെ ഭഗവാൻ കണ്ട ഒരു സന്ദർഭം പറയാം. ഗോകുലത്തിൽ നിന്ന് മധുരയിലേക്ക് പോകുമ്പോൾ ഞാൻ തിരക്കൊക്കെ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. പിന്നെ ഭഗവാന് വരാൻ പറ്റിയില്ല.
വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴേക്കും പിന്നെ ജരാസന്ധൻ്റെ യുദ്ധമായി. പിന്നെ കുറേ നാൾ യുദ്ധങ്ങളായിരുന്നു. പിന്നീടോ ജരാസന്ധനൊക്കെ പേടിച്ച് ദ്വാരയ്ക്ക് പോയില്ലേ. പിന്നെ ഈ വൃന്ദാവനത്തിലേക്ക് വരലുണ്ടായില്ല. പിന്നീട് ഇവരെല്ലാവരും കൂടിച്ചേർന്നു ഭാരതയുദ്ധം നടക്കുന്നതിന് മുമ്പ്. എവിടെ വെച്ചിട്ട്? നമ്മുടെ കുരുക്ഷേത്രത്തിൽ വെച്ച്. പണ്ടേ കുരുക്ഷേത്രം പുണ്യഭൂമിയാണ്. ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്നു. ആ സമയത്ത് ഭഗവാൻ ദ്വാരകയിൽ നിന്ന് ഭക്തജനങ്ങളോടുകൂടി അവിടേക്ക് വന്നു. ഈ സമയത്ത് വൃന്ദാവനത്തിലുള്ള എല്ലാവരും ബാബ ഗോപന്മാർ ഗോപിമാരെല്ലാവരും ഭഗവാനെ കാണാൻ വന്നു. ഭാരതത്തിൻ്റെ എല്ലാ ദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തി. പാണ്ഡവന്മാർ ഇന്ദ്രപ്രസ്ഥത്തിനെത്തി. അങ്ങനെ അവിടെ ഭഗവാനൊരു 3 മാസക്കാലം ഭക്തന്മാരുമായിട്ട് അങ്ങനെ കഴിഞ്ഞു കുറേ നാൾ. ആദ്യത്തെ ദിവസം ഗ്രഹണ ദിവസം മൗനം, എല്ലാവരും ജപവും ധ്യാനവും ഹോമവും ദാനവും ഒക്കെ ചെയ്തു കഴിഞ്ഞു. പിറ്റേ ദിവസം മുതൽ ആ ഭക്തന്മാർ പരസ്പരം കണ്ടു. ഏകാന്തത്തിൽ ഭഗവാൻ ഗോപിമാരെ കണ്ടു. ഗോപിമാർക്കൊരു പരിഭവം, വാക്ക് പരിപാലിക്കാത്ത കൃഷ്ണൻ അല്ലേ. വരാമെന്ന് പറഞ്ഞ് പോയിട്ട് വന്നതേ ഇല്ല നാളിതുവരെയായിട്ടും. കൃഷ്ണൻ അവരെ ചെന്ന് ആശ്ലേഷിച്ച് അവരെ കൃതാർത്ഥരാക്കിയിട്ട് പറഞ്ഞു, എന്നെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? എന്താ കാരണം? ഞാൻ നന്ദിയില്ലാത്തവരല്ലേ എന്ന്. ഞാൻ വാക്ക് പരിപാലിക്കാത്തവനല്ലേ, വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നില്ലല്ലോ. അങ്ങനെയുള്ള എന്നെ നിങ്ങളിപ്പോൾ ഓർമ്മിക്കുന്നുണ്ടാവില്ല അല്ലേ. എന്നിട്ട് ഭഗവാൻ പറയുക, ദേവിമാരെ, നമുക്ക് ആർക്കെങ്കിലും സ്വാതന്ത്ര്യമുണ്ടോ? ആകാശത്തിലെ മേഘങ്ങൾക്ക് ഒരിടത്ത് നിൽക്കാനോ നിന്ന് പെയ്യാനോ പെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് ഓടാനല്ലേ പറ്റുള്ളൂ. മേഘങ്ങളെ പോലെയുള്ളൂ നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യം. ഈശ്വരനാണ് എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്നതും കാലസ്വരൂപനാവുന്ന ഭഗവാനാണ് എല്ലാവരെയും വേർപെടുത്തുന്നതും. വായുർ യഥാ ഖനാനീകം തൃണം തൂലം രജാംസുജ. മേഘം പോലെ തന്നെ പുൽപ്പൊടി, പൊടിപടലങ്ങൾ, ഈ അപ്പൂപ്പൻ താടി, പഞ്ഞി മുതലായതൊക്കെ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് അങ്ങടും ഇങ്ങടും പറന്ന് നടക്കൂലേ. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ സ്ഥിതി. ഞാൻ നിങ്ങളെ കാണാൻ വരണ്ടാന്ന് വെച്ചിട്ടല്ല, പല പ്രാവശ്യം വരാൻ ഒരുങ്ങിയതാണ്. പക്ഷേ ഓരോരോ ഉത്തരവാദിത്വങ്ങൾ വന്നു ചേരുക. അതൊക്കെ കഴിഞ്ഞിട്ടേ വരാൻ ഇപ്പോഴേ തരായുള്ളൂ കാണാനെന്ന്. അതിനുശേഷം ഭഗവാൻ അവർക്ക് പരമാത്മജ്ഞാനം ഉപദേശിച്ചു. ആ വിരഹം അവർക്കുള്ള ആ ഭക്തിഭാവം ദൃഢമാക്കാൻ, കൃഷ്ണപ്രേമം ദൃഢമാക്കാൻ സഹായിച്ചു. ആ ദൃഢമായ ആ കൃഷ്ണപ്രേമം കൊണ്ട് മനസ്സത്യന്തം പഴുത്ത പഴം പോലെ പാകായി. അപ്പോഴോ ഭഗവാൻ ഒരൊറ്റ ഉപദേശം, ഒരു ശ്ലോകത്തിൽ ഉപദേശിച്ച ഉപദേശം അവർക്ക് അനുഭവപ്പെട്ടു. നോക്കണം, നമ്മുടെ മനസ്സ് ഭക്തി കൊണ്ട് പാകത വന്നാലേ ഗുരുവിൻ്റെ തത്വമസി നമുക്ക് അനുഭവമുള്ളൂ. ഉപദേശം തരും ഗുരുനാഥൻ തത്വമസിന്ന്. പക്ഷേ അത് കേട്ടാൽ ഞാനതാണെന്നുള്ള അനുഭവം ഉണ്ടാവണ്ടേ. ഒരു ഗുരുനാഥൻ ആ ബോംബെയിൽ അവിടെ ഒരു ചർണി റോഡുണ്ട്. അവിടെ ഒരു വീട് തെറുപ്പുകാരനായിരുന്നു. അവിടെ മുനിസിപ്പൽ ടോയ്ലറ്റിൻ്റെ മുമ്പിലാണ് റോഡ് വക്കത്ത് അവരൊരു ചാള, ഒരു ചാളപ്പെര. പെരയൊന്നുമല്ല, എന്താ പുറത്തെ കണ്ടീഷൻ അറിയാലോ, ദുർഗന്ധം വമിക്കുന്ന സ്ഥലം. അവിടെ ഇദ്ദേഹം പ്രദേശമൊക്കെ ഉണ്ട്, മുകളിൽ അവരുടെ വീടും കുടുംബങ്ങളും പരാരബ്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇദ്ദേഹം നൂല് നോറ്റുകൊണ്ടിരിക്കുക. അദ്ദേഹം എല്ലാ പണിയും ഭഗവാന് വേണ്ടി ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനെ കണ്ടു. ഗുരുനാഥൻ പറഞ്ഞു, തത്വമസി, യു ആർ ദാറ്റ്. അദ്ദേഹം ആ ഉപദേശം അപ്പം അനുഭവപ്പെട്ടു. ഐ ആം ദാറ്റ്, അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവം ഉണ്ടായി. ആ മഹാത്മാവായിരുന്നു നിസർഗദത്ത് മഹാരാജ്. ഇത് അടുത്ത കാലത്താണ്, ഞങ്ങൾ സാന്ദീപിനിൽ പഠിക്കുന്ന കുറച്ച് മുമ്പാണ് അദ്ദേഹം സമാധി ചെയ്തത്. നിസർഗദത്ത് മഹാരാജ് അദ്ദേഹം എഴുതണം ഐ ആം ദാറ്റ് എന്ന പുസ്തകം. അപ്പോൾ മനസ്സത്രയും പാകമാണെങ്കിൽ ഗുരുനാഥൻ്റെ ഒരു ഉപദേശം മതിയോ? ഒരുപാട് പുസ്തകങ്ങളൊന്നും പഠിക്കണ്ട. നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ പഠിച്ചിട്ട് എന്താ ആത്മാനുഭവം ഉണ്ടാവാത്തതെന്ന് അപ്പോൾ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും, എൻ്റെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല. മനസ്സിലായില്ലേ? ഭക്തിയും ശുദ്ധിയും പോരാ, അതിനുവേണ്ടി കേഴണം, പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഗോപിമാരുടെ മനസ്സ് ഭക്തി കൊണ്ട് പക്വമായി എന്ന് കണ്ടപ്പോഴോ ഭഗവാൻ പറഞ്ഞു, ദേവിമാരെ, ഞാനും നിങ്ങളുമായിട്ടുള്ള വിരഹം ഒരിക്കലുമില്ല. സ്വർണം കൊണ്ടൊരു ആഭരണം ഉണ്ടാക്കിയ ആ ആഭരണത്തിൻ്റെ ഏത് ഭാഗത്താണ് സ്വർണ്ണം ഇല്ലാത്തത്? അകത്തും പുറത്തും മുമ്പിലും പിമ്പിലും ഇടത്തും വലത്തും ഒക്കെ സ്വർണം തന്നെയല്ലേ? നൂല് കൊണ്ട് വസ്ത്രം ഉണ്ടാക്കിയ ആ വസ്ത്രത്തിൻ്റെ ഏത് ഭാഗത്താണ് നൂലില്ലാത്തത്? എല്ലായിടത്തും നൂലല്ലേ? ഇതുമാതിരി എന്നെ കൊണ്ടുണ്ടായ ഈ പ്രപഞ്ചത്തിൽ ഏതിലാണ് ഞാനില്ലാത്തത്? മുമ്പിലും പിമ്പിലും ഇടത്തും വലത്തും മുകളിലും താഴ്ത്തും എല്ലാം ഭഗവാൻ. എന്നെ വിട്ടിട്ട് ഒരു പദാർത്ഥം ഇവിടെ നിലനിൽക്കണില്ല.
ഞാനാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എല്ലാ അനുഭവങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സാക്ഷിരൂപേണ വർത്തിക്കുന്ന ആ ബോധസ്വരൂപൻ. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ആ ചിന്തകളിൽ നിന്ന് ആ ബോധസ്വരൂപനായ എന്നിലേക്ക് ഉയർത്തൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെന്നിലും ഈ പ്രപഞ്ചം മുഴുവനും എന്നിലുമാണ്, ഞാനും നിങ്ങളും ഈ ലോകവും മൂന്നില്ല എന്ന് മനസ്സിലാവും. ഭഗവാന്റെ ഈ ഉപദേശം അവർക്ക് ബോധ്യമായി, അനുഭവമായി. അവരൊക്കെ ജീവന്മുക്തകളായി. ജീവകോശാസ്ത്വമധികന്ന അവരജ്ഞാന ആവരണം നീങ്ങി അവരൊക്കെ ജീവന്മുക്തകളായി. ഇനി ഭഗവാനത് പറയും, സംഘാൽ ശതസഹസ്രശ. എന്നെ ജാരബുദ്ധിയോടുകൂടി എന്നെ സൗന്ദര്യം കണ്ട് എന്നെ ആകൃഷ്ടരായ ആ ഗോപിമാർ എന്നെ സ്നേഹിച്ചതിൻ്റെ ഫലമായിട്ട് അവരെത്തിയത് പരബ്രഹ്മാനുഭൂതിയിലാണ്, ജീവന്മുക്തകളായി തീർന്നു. പിന്നെ നന്ദഗോപരോടുള്ള കൃതജ്ഞത, അതൊക്കെ യശോദയോടുള്ള കൃതജ്ഞത, ഉണ്ണികളെ വളർത്തി തിരിച്ചു തന്നതിന് വസുദേവരും ദേവകിയൊക്കെ പ്രകടമാക്കി. പിന്നെ അവിടെ പലരും ഭക്തന്മാരൊക്കെ പരസ്പരം കൂടിച്ചേർന്നു. പക്ഷെ അവർക്കൊക്കെ പറയാനൊന്നേ ഉള്ളൂ, എന്ത്? ഭഗവാന്റെ മഹിമ, ഭഗവാന്റെ മഹിമയെക്കുറിച്ച് മാത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വസുദേവരെ ഈ നാരദ മഹർഷി കണ്ടു. മഹർഷി ചോദിച്ചു, ഈ മനഃശുദ്ധിക്ക് എന്താ ചെയ്യേണ്ടത്? അവർ മനഃശുദ്ധിക്ക് അങ്ങേക്ക് വല്ലതും ചെയ്യേണ്ട കാര്യമുണ്ടോ? ശരിക്കും സാക്ഷാൽ സച്ചിദാനന്ദ പരബ്രഹ്മം പരമാത്മ അങ്ങയുടെ മകനായിട്ട് പറഞ്ഞിരിക്കുക, കൃഷ്ണനായിട്ട്. ഈ കൃഷ്ണനെ മനുഷ്യനായിട്ട് അങ്ങ് കാണാണ്ടിരുന്നാൽ മതി പറഞ്ഞു. മനസ്സിലായോ എന്തുകൊണ്ടാണ് ഈ ചോദ്യം വന്നത്? കൃഷ്ണം മത്വ അർഭകം എന്നെ പൃച്ഛതി ശ്രേയ ആത്മനഃ. സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തിയായ സർവേശ്വരനാണ് ഈ കൃഷ്ണൻ. ഈ കൃഷ്ണനെ ദ്വേഷിച്ചവരും ഭയപ്പെട്ടവരും കാമിച്ചവരും പോലും മുക്തരായില്ലേ? അങ്ങനെയുള്ള ആ കൃഷ്ണനെ സ്നേഹിച്ചാൽ നിങ്ങൾ മുക്തരാവില്ലേ? ആ കൃഷ്ണനെ നിങ്ങൾ മനുഷ്യബുദ്ധിയാ കാണുന്നു. കൃഷ്ണനെ മനുഷ്യബുദ്ധിയാ കാണാതിരിക്കൂ കേട്ടോ.